ഹായ്, ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അക്കൗണ്ടിങ് പഠിച്ചു അല്ലേ? അക്കൗണ്ടിങ്ങിന്റെ ബാലൻസ് ആണ് കേട്ടോ. ഫൈനൽ അക്കൗണ്ട്സ് സോൾ ട്രേഡർ ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് 1 by 1 വീഡിയോസ് കാണുക കേട്ടോ. വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട്, പ്യുവർലി എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമേ ക്ലാസ് എടുക്കുന്നുള്ളൂ. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിൽ എവിടെയെങ്കിലും വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ ഫൈനൽ അക്കൗണ്ട്സ് സോൾ ട്രേഡർ എന്നുള്ളത് നമ്മുടെ സിലബസിലുള്ളതാണ്. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ഇതെല്ലാം എടുക്കുന്നത്. ഇതിൽ തന്നെ ഞാൻ പല അഡ്ജസ്റ്റ്മെന്റ്സും പറഞ്ഞിട്ടില്ല. വരാൻ സാധ്യത കുറവുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടേക്കുവാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോസ് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസിൽ കാണുക. അതുപോലെ തന്നെ നോട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ നോട്ടായിട്ട് തരുമ്പോൾ എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതി റെഡിയാക്കി അങ്ങനെ വേണം നിങ്ങൾക്ക് തരാനായിട്ട്. ഞാൻ വളരെ എന്താ പറയുക, ആദ്യമേ തന്നെ ഞാൻ സോറി ചോദിക്കാം. എനിക്ക് ഇപ്പം അതിനുള്ള ഒരു സമയം നിലവിലില്ല. കാരണം എനിക്കൊരു കുഞ്ഞു മോളുണ്ട്. അപ്പം മോളുടെ കാര്യങ്ങളും പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും എല്ലാം കൂടെ നമുക്ക് വീട്ടിലെ കാര്യങ്ങളും എല്ലാം വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരാനായിട്ടുള്ള ഒരു സമയക്കുറവുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ക്ലാസ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നതിനൊപ്പം ഒരു ചെറിയൊരു ബുക്കിൽ നോട്ട് എഴുതി പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എനിക്ക് ഐ എം സോ സോറി. കാരണം എനിക്കിപ്പോൾ നിലവിൽ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ അത് ജസ്റ്റ് PDF ആക്കി അങ്ങനെ തന്നിട്ട് നിങ്ങൾക്ക് കാര്യമില്ലല്ലോ. അപ്പം നോട്ട് എന്ന് പറയുമ്പോൾ അതിൽ എക്സാക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരണം. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മളൊരു നോട്ടായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം, എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കാം. പക്ഷെ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, എനിക്ക് തരാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോഴേ തന്നെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും കാണുന്ന മുറയ്ക്ക് ഒന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമല്ലോ. കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു ബുക്ക് കൈവശം വയ്ക്കുക, നിങ്ങളുടെ ബുക്ക് എടുത്ത് വയ്ക്കുക. വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം ഒരു ബുക്ക് വയ്ക്കുക. ആ ബുക്കിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒന്ന് ഇത് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അവസ്ഥകൾ കൊണ്ടാണ് ചെയ്യാത്തത്. കാരണം വെറുതെ നോട്ടാന്ന് പറഞ്ഞ് നമുക്ക് വാരി വലിച്ച് തന്നിട്ട് കാര്യമില്ല. നോട്ടെന്ന് പറയുമ്പോൾ തന്നെ അത് അതിൻ്റെതായിട്ടുള്ള വൃത്തിക്കൊക്കെ തന്നാലാണ് നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് പഠിച്ചത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗുഡ്സ് ഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് ആൻഡ് ഓഫീസ് യൂസ്. ഗുഡ്സ് ഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ് ആൻഡ് ഓഫീസ് യൂസ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് ഡ്രോ ചെയ്യാണ്, പിൻവലിക്കുകയാണ്. എന്തിനാണ്? ഒന്നുകിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമ്മൾ ഗുഡ്സ് നമ്മുടെ സ്വന്തം ആവശ്യത്തിന്, നമ്മളൊരു പലചരക്ക് കടയാണ് നടത്തുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമ്മൾ കുറച്ച് പലചരക്ക് സാധനങ്ങൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഓഫീസ് യൂസിലേക്കും പേഴ്സണൽ യൂസിലേക്കും ഗുഡ്സ് ഡ്രോ ചെയ്യുമ്പോൾ, ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുമ്പോൾ എന്താണ് അവിടുത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഗുഡ്സ് ഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് പിൻവലിക്കുമ്പോൾ, ഡ്രോ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ പ്രൊപ്പറേറ്റർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് ഡ്രോ ചെയ്യുമ്പോൾ, അത്തരം ഗുഡ്സ് എത്ര രൂപ വാല്യൂ ഉള്ള ഗുഡ്സ് ആണോ അയാൾ വിഡ്രോ ചെയ്യുന്നത്, അയാൾ ബിസിനസ്സിൽ നിന്ന് എടുക്കുന്നത്, ആ എമൗണ്ട് ഓഫ് ഗുഡ്സ് എന്ത് ചെയ്യും? പർച്ചേസ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. പർച്ചേസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്രോയിങ്സിൻ്റെ കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും.
അപ്പോൾ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ, നമ്മൾ ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് ഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പർച്ചേസിൽ നിന്ന് അത്രയും ഗുഡ്സ് കുറഞ്ഞില്ലേ, പർച്ചേസ് ചെയ്യുമ്പോൾ വാങ്ങിച്ച സാധനങ്ങളിൽ നിന്ന് അത്രയും കുറഞ്ഞു എന്ന അർത്ഥത്തിൽ നമ്മൾ പർച്ചേസിൽ നിന്ന് എന്ത് ചെയ്യും? എത്ര രൂപയുടെ ഗുഡ്സ് ആണോ ഡ്രോ ചെയ്തത് അത് അത്രയും കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ അത് ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ്. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ദ എമൗണ്ട് ഓഫ് സച്ച് ഡ്രോയിങ്സ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് സെയിൽസ് ആസ് ദ ഗുഡ്സ് ആർ നോട്ട് ഡ്രോൺ അറ്റ് സെല്ലിംഗ് പ്രൈസ്. നമ്മൾ സെല്ലിംഗ് പ്രൈസിലല്ല, നമ്മളിപ്പോൾ നിലവിൽ എത്ര രൂപയ്ക്കാണോ ആ ഗുഡ്സ് വിൽക്കുന്നത് ആ ഒരു വിലയ്ക്കല്ല നമ്മൾ ആ ബിസിനസ്സിൽ നിന്ന് ആ ഗുഡ്സ് നമ്മൾ എടുക്കുന്നത് കോസ്റ്റ് പ്രൈസിനാണ്. അതുകൊണ്ട് തന്നെ അത് സെയിൽസ് എന്ന രീതിയിൽ നമുക്ക് ബിസിനസ് അയാൾക്ക് സെയിൽ ചെയ്തു എന്ന രീതിയിൽ ഒരിക്കലും കണക്കിലാക്കാനായിട്ട് പറ്റില്ല. ഡ്രോയിങ്സ് തന്നെ ആയതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പർച്ചേസിൽ നിന്ന് ആ കോസ്റ്റ് പ്രൈസ് വാല്യൂ കുറയ്ക്കുന്നതും ഡ്രോയിങ്സിന്റെ കൂടെ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ്. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ്, ഇതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രി. അപ്പോൾ പേഴ്സണൽ യൂസിന് വേണ്ടി ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണ്? പർച്ചേസിൽ നിന്ന് അത്രയും കോസ്റ്റ് ഓഫ് സച്ച് ഗുഡ്സ് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡ്രോയിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് എന്താണ്? ഗുഡ്സ് യൂസ്ഡ് ഇൻ ഓഫീസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ട്രേഡിംഗ് കൺസേൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് അതായത് സെയിലിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഗുഡ്സ്. അപ്പോൾ മാനുഫാക്ചറിങ് അല്ല, നമ്മൾ വാങ്ങിച്ച് വിൽക്കുന്ന രീതിയിലുള്ള ട്രേഡിംഗ് കൺസേണിൽ, അപ്പോൾ ട്രേഡിംഗ് പർപ്പസിന് വാങ്ങിച്ച ഗുഡ്സ് എന്ത് ചെയ്യുന്നു? ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരം ഗുഡ്സുകൾ നമ്മൾ ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസിൽ നിന്ന് നമ്മൾ കോസ്റ്റ് കുറയ്ക്കും. അത്തരം ഗുഡ്സിന്റെ കോസ്റ്റ് നമ്മൾ പർച്ചേസിൽ നിന്ന് കുറയ്ക്കും. അതിനുശേഷം അത് എന്ത് ചെയ്യുന്ന പറയുന്നത്? പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി അല്ലെങ്കിൽ ഓഫീസ് എക്സ്പെൻസിന്റെ കൂടെ കൂട്ടിക്കാണിക്കും. അപ്പോൾ പർച്ചേസിൽ നിന്ന് രണ്ട് കേസിലും കുറയ്ക്കും. ഇവിടെ ഡ്രോയിങ്സിന്റെ പേഴ്സണൽ യൂസിനാകുമ്പോൾ ഡ്രോയിങ്സിന്റെ കൂടെ കൂട്ടിക്കാണിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഓഫീസ് യൂസിനാവുമ്പോൾ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി അല്ലെങ്കിൽ ഓഫീസ് എക്സ്പെൻസിന്റെ കൂടെ അത്രയും വാല്യൂ ഓഫ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്ത് കാണിക്കും. അപ്പോൾ എൻട്രി എങ്ങനെ വരും? ഇവിടെ ഡ്രോയിങ്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് വരും? ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ രണ്ട് കേസ് മനസ്സിലായോ? പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നു, ഒന്ന് ഓഫീസ് യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുന്നു. പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ എൻട്രി വരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. അതുപോലെ ഓഫീസ് യൂസിന് വേണ്ടി വിഡ്രോ ചെയ്യുമ്പോൾ എൻട്രി വരുന്നത് ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേഷനറി എക്സ്പെൻസ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. ഫ്രീ ആയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ചില ഗുഡ്സ് ഒക്കെ നമുക്കിപ്പോൾ നമ്മൾ ഈ വനിതയൊക്കെ വാങ്ങിക്കുമ്പോഴേ വനിതയുടെ കൂടെയൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫേസ് ക്രീമും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വനിതയുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ അല്ലാതെയും കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ ബുക്ക് സ്റ്റോളിൽ പോയി വാങ്ങിച്ചാലും ചില സമയത്തൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓരോ കമ്പനിയുടെ ചെറിയ ഷാമ്പൂ അങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ചില സമയങ്ങളിൽ അതൊരു ബിസിനസ്സിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഇങ്ങനെ ഗുഡ്സ് ഒരു അഡ്വർടൈസ്മെന്റ് ഒരു സ്ട്രാറ്റജി തന്നെയാണ് അത്. ഗുഡ്സ് എന്ത് ചെയ്യുക? കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് സാമ്പിൾ ആയിട്ട് കൊടുക്കുക. അപ്പം അത് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ആ ഗുഡ്സ് എന്ത് ചെയ്യും? വാങ്ങിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഫ്രീ ആയിട്ട്
കൊടുത്താലും ഗുഡ്സ് നമ്മൾ ഫ്രീ ആയിട്ട് ക്യാഷിനല്ല, നമ്മൾ സെയിലല്ല ചെയ്യുന്നത്, ഫ്രീ സാമ്പിൾ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിലും അത്തരം ഗുഡ്സിന്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണ്ടേ? ചെയ്യണം. അപ്പൊ നമ്മൾ ഇതുപോലെ ഫ്രീ സാമ്പിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അത് എന്താ ചെയ്യുന്നത്? അത്തരം ഗുഡ്സ് ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കുന്ന ഗുഡ്സ് ഇറ്റ് മേ ബി ഡെബിറ്റഡ് ഇൻ ദ ഗുഡ്സ് സെൻഡ് ആസ് ഫ്രീ സാമ്പിൾസ് ഓർ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. അപ്പം നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യും? അത് അത്രയും എന്ത് ചെയ്യും? കുറച്ച് കാണിക്കും. പർച്ചേസിൽ നിന്ന് അത് എന്ത് ചെയ്യും? കുറച്ച് കാണിക്കും. അതുപോലെ തന്നെ എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് കാണിക്കുകയും ചെയ്യും. പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്ന എൻട്രി വരുന്നത്? ഗുഡ്സ് സെൻഡ് ആസ് ഫ്രീ സാമ്പിൾസ് ഓർ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് അറ്റർ ടു പർച്ചേസ്. അതായത് പർച്ചേസ് അക്കൗണ്ടിൽ ഇങ്ങനെ ബൈ ഗുഡ്സ് സെൻഡ് ആസ് ഫ്രീ സാമ്പിൾസ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ എൻട്രി ഇതാണ്, ഗുഡ്സ് സെൻഡ് ആസ് ഫ്രീ സാമ്പിൾസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് എന്ന് കൊടുത്താൽ മതി. അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് അറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യും. പർച്ചേസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് എന്താവും? ഡെബിറ്റ് സൈഡ് കാണിക്കുകയും ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം, ചോദിക്കണം. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണ് ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. അപ്പൊ നമ്മൾ ഗുഡ്സ് എവിടെയെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുകയാണ്, അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്ത് അത് സെയിലാവും. അല്ലാന്നുണ്ടെങ്കിൽ അത് സെയിലായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഇന്റർസ്റ്റേറ്റ് സെയിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ്സ് ഇപ്പോൾ ക്ലോസിംഗ് ഡേറ്റിലൊക്കെ അയക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ അവിടെ എത്തിയിട്ട് പോലും ഉണ്ടാവില്ല. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആയിരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ടിങ് ആ ഒരു സ്റ്റേജിലായിരിക്കും ഉള്ളത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് വരുന്നതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇഫ് എനി എമൗണ്ട് ഓഫ് സച്ച് ഗുഡ് സെൻഡ് ഈസ് ഇൻ ട്രാൻസിറ്റ് ഓർ ഫോർ വിച്ച് അപ്രൂവൽ ഈസ് നോട്ട് ഒബ്റ്റെയിൻഡ്. അപ്പോൾ നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, ട്രാൻസിറ്റിലായിരിക്കും അല്ലെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു അപ്രൂവൽ ഒന്നും കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫെയർ വ്യൂ അല്ലെങ്കിൽ നല്ല കറക്റ്റ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ കൊടുത്താലല്ലേ നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇപ്പോൾ പഠിച്ച എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കാണിക്കാനും അതുപോലെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കാണിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഐറ്റമാണ് ഇതേ ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ അഡ്ജസ്റ്റിംഗ് എൻട്രി ആദ്യം നോക്കാം, എന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് പറയാം. അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത് സെയിൽസ് റിട്ടേൺ ഓർ സെയിൽസ് അക്കൗണ്ട് അറ്റർ ടു ഡെറ്റേഴ്സ് എന്നാണ്. സെയിൽസ് റിട്ടേൺ ഓർ സെയിൽസ് അക്കൗണ്ട് അറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്നാണ് നമ്മൾ എൻട്രി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരുന്നത് എത്ര രൂപയുടെ ഗുഡ്സ് ആണോ ഇത്തരത്തിൽ സെയിൽ ഓർ റിട്ടേൺ ബേസിസിൽ ട്രാൻസിറ്റിലുള്ളത്, അതായത് അവിടെ എത്തിയിട്ടുമില്ല ചിലപ്പോൾ അപ്രൂവൽ കിട്ടിയിട്ടും ഇല്ലാത്ത ഒരു കേസിലുള്ളത്, അത്രയും രൂപയുടെ ഗുഡ്സിൻ്റെ സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് അല്ല സെല്ലിംഗ് പ്രൈസ്, അത് കോസ്റ്റിൽ നമുക്ക് രണ്ട് സെപ്പറേറ്റ് തന്നിട്ടുണ്ടോ. സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യണം? അത് നമ്മൾ സെയിൽസിൽ നിന്ന് ലെസ് ഗുഡ്സ് ഓൺ സെയിൽ ഓർ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രേഡിംഗ് അക്കൗണ്ടിൽ കുറയ്ക്കും. ട്രേഡിംഗ് അക്കൗണ്ടിലല്ലേ നമ്മൾ പർച്ചേസും സെയിൽസും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ സെയിൽസ് എഴുതുമ്പോൾ ലെസ് സെയിൽ ഓർ റിട്ടേൺ എന്ന് ചെയ്യും, കുറയ്ക്കും. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ അത്രയും എമൗണ്ട് ഓഫ് ഗുഡ്സിന്റെ കോസ്റ്റ് പ്രൈസ് കൂട്ടും. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ കോസ്റ്റ് പ്രൈസ് കൂട്ടും. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് സെയിൽസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ്, അത്രയും ഗുഡ്സിന്റെ സെല്ലിംഗ് പ്രൈസിലുള്ള വാല്യൂ ഇൻവോയ്സ് പ്രൈസ് എന്ത് ചെയ്യും? കുറയ്ക്കും.
ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എൻട്രി എന്ന് പറയുന്നത് സെയിൽ റിട്ടേൺ ഓർ സെയിൽസ് അക്കൗണ്ട് അറ്റ് ടു ഡെറ്റേഴ്സ് എന്നാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ആ ഗുഡ്സിന്റെ വാല്യൂ ഇൻവോയിസ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണോ അത്രയും എമൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ സെയിൽസ് എഴുതുമ്പോൾ ലെസ് ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന് പറഞ്ഞെഴുതി സെല്ലിംഗ് പ്രൈസിലുള്ള വാല്യൂ കുറയ്ക്കും. അതിനുശേഷം ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് എന്ത് ചെയ്യും? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ എത്ര രൂപയുടെ ഗുഡ്സ് ആണോ ഇത്തരത്തിൽ ട്രാൻസിറ്റിലുള്ളത് അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. കോസ്റ്റ് പ്രൈസ് ആഡ് ചെയ്യും. ഇനി ബാലൻസ് ഷീറ്റിലും നമ്മൾ സെയിൽസിൽ നിന്ന് കുറച്ച പോലെ തന്നെ ഡെറ്റേഴ്സിൽ നിന്ന് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദാറ്റ് ഗുഡ്സ് എന്ത് ചെയ്യും? കുറയ്ക്കും ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ ഇവിടെ പറയാം. ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. നോക്കുക, Debtors include goods of the cost of ₹4,000 sent on sale or return basis at an invoice price of ₹5,000. ഇവിടെ സെല്ലിംഗ് പ്രൈസ് 5,000 ആണ്, കോസ്റ്റ് പ്രൈസ് 4,000 ആണ്. ഇത്രയും രൂപയുടെ ഗുഡ്സ് ഡെറ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ അഡ്ജസ്റ്റിംഗ് എൻട്രി നമുക്കറിയാലോ, സെയിൽസ് റിട്ടേൺ ഓർ സെയിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്, അതാണ് എൻട്രി വരുന്നത്. ഇനി നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ സെയിൽസ് എന്ന് എഴുതുന്ന സമയത്ത് ഇവിടെ ഓൾറെഡി 1,30,000 രൂപയുടെ സെയിൽസ് ക്വസ്റ്റ്യനിലുണ്ട്. ഇതിൽ നിന്ന് ലെസ് റിട്ടേൺസും ക്വസ്റ്റ്യനിലുണ്ട്. ഇനി ഞാനിത് കാണിക്കാൻ വന്നത് ലെസ് നോക്കുക, ഗുഡ്സ് ഓൺ സെയിൽ ഓർ റിട്ടേൺ എന്ന് പറഞ്ഞ എത്ര രൂപയാ കുറച്ചിരിക്കുന്നത്? 5,000. അതായത് ഇത്രയും ഗുഡ്സിന്റെ ഇൻവോയ്സ് പ്രൈസ് എന്ത് ചെയ്തു? ഇവിടെ കുറച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ കോസ്റ്റ് പ്രൈസ് 4,000 രൂപ ഈ സെയിൽ ഓർ റിട്ടേൺ ബേസിസിൽ കൊടുത്ത ഗുഡ്സിന്റെ കോസ്റ്റ് പ്രൈസ് 4,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ബാലൻസ് ഷീറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ സൺട്രി ഡെറ്റേഴ്സ് ഇവിടെ കണ്ടോ, സൺട്രി ഡെറ്റേഴ്സ് 24,000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ലെസ് ഗുഡ്സ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാ കുറച്ചിരിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് അല്ല, ഇൻവോയ്സ് പ്രൈസ് ആണ് കുറച്ചിരിക്കുന്നത്. ഇൻവോയ്സ് പ്രൈസ് ആണ് കുറച്ചിരിക്കുന്നത്. ഇവിടെ ഇൻവോയ്സ് പ്രൈസ് കുറച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്കിന്റെ കൂടെ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് രണ്ടും ഡെറ്റേഴ്സിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലുള്ള എമൗണ്ട് കുറയ്ക്കുകയും ചെയ്യും. സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിൽ എഴുതൂലോ, അതിന്റെ കൂടെ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്ത പോലെ തന്നെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുകയും ചെയ്യും? ആഡ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ക്ലിയർ ആയോ? അപ്പോൾ 4 കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ സെയിൽസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിൽ ആ വാല്യൂ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്നുള്ള വാല്യൂ കുറയ്ക്കും. അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ ആഡ് സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന് പറഞ്ഞ കോസ്റ്റ് പ്രൈസിലുള്ള വാല്യൂ കൂട്ടുക. ഷീറ്റിലോട്ട് വരുമ്പോൾ ഡെറ്റേഴ്സിൽ നിന്ന് സെല്ലിംഗ് പ്രൈസിലുള്ള വാല്യൂ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന് പറഞ്ഞ് കുറയ്ക്കും. അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ കോസ്റ്റ് പ്രൈസിലുള്ള വാല്യൂ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് എന്ന് പറഞ്ഞിട്ട് കൂട്ടും. ക്ലിയർ ആയില്ലെങ്കിൽ 2-3 തവണ ജസ്റ്റ് ഒന്ന് പതിയെ ഒന്ന് കേട്ട് നോക്കുക, ക്ലിയർ ആവും. അപ്പൊ നമ്മൾ ഒരു വിധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിലും കൂടുതലൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഇത് തന്നെ ചോദിക്കുമോ എന്നുള്ള സംശയമാണ്. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കണം. നമുക്ക് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസും സാമ്പിൾ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.
ഓക്കെ. അതിന് മുന്നേ ഞാൻ അടുത്ത ക്ലാസ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യില്ല. 2 ദിവസം നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്. ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാ വീഡിയോസും കൃത്യമായിട്ട് കണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് MCQ ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ഓക്കെ, ദെൻ താങ്ക് യു.